വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബെൽഗാവിയാണ്. ബെൽഗാവിൽ നമ്മൾ ഇന്നലെ താമസിച്ചത് ആർമി ക്യാമ്പാണ്. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. എന്താണ് അവിടെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുളിച്ചിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്കിവിടെ ഒരുപാട് കൃഷിഭൂമികളും അരുവികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഏതെങ്കിലും അരുവിനൊക്കെ കുളിക്കാച്ചിട്ട് നമ്മളോട് പുറത്ത്. അപ്പോൾ നമ്മളെ താമസം നിന്ന ചേട്ടനും നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് സ്ഥലങ്ങളൊക്കെ കൊണ്ടേ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല കൃഷിക്കാഴ്ചകളാട്ടോ. അപ്പോൾ കൂടുതലുള്ളത് കൃഷി, കാളവണ്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിക്കും. അതിൻ്റെ ശേഷം നമ്മളിന്ന് ഗോവയിലേക്ക് പോകും. ഇവിടെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാനും കാണാനും പറ്റും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിതങ്ങനെ ആർമി ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. അവിടെ നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും അലോഡല്ല. പിന്നെ നമ്മളിന്ന് അവിടെ കുളിച്ചിട്ടൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വഴിക്ക് ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫാൾസൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, അരുവികളൊക്കെ. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കുളിക്കാച്ചിട്ട് നമ്മൾ ഡ്രസ്സൊന്നും മാറാതെ ഇങ്ങോട്ട് പോകുന്നതാണ്. നമ്മളെ സാറ് ഫ്രണ്ടിൽ പോയിട്ട് ഒരു നല്ല രസമുള്ള ഒരു ഗ്രാമപ്രദേശമാണിത്. ഒരു ചെറിയ വീടുകളും കൃഷിയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളത് കേട്ടോ. നമ്മളെ നാട്ടിൽ മുന്നേ കണ്ടിരുന്ന കാളവണ്ടി കൊണ്ടുള്ള ഒഴിച്ചിൽ നിലം, കാളവണ്ടിയല്ല കാള കൊണ്ടുള്ള ഒഴിച്ചിൽ. ആ നിലം ഒഴിയുന്ന കാളൻ്റെ മുഖമൊക്കെ കെട്ടി വെച്ചിരിക്കില്ല. സൗണ്ട് ഉണ്ടാക്കാതിരിക്കാനാണോ സംശയമുണ്ട് എനിക്ക്. അടിക്കുന്നുണ്ട് അവർ നല്ല ഇനം. ഇവിടെ ഫുൾ കൃഷിയായിട്ട് ഒരു കാർഷിക ഗ്രാമമാണിത്. നമുക്ക് എവിടെ നോക്കിയാലും കാളവണ്ടികളും കാള കൊണ്ടുള്ള നിലമൊഴിച്ചിലും പിന്നെ പലരും യാത്ര ചെയ്യണതൊക്കെ കാളവണ്ടി ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു കാളവണ്ടി പാസ് ചെയ്ത് പോണ്. ഇവിടെയൊക്കെ കാബേജ് കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കേട്ടോ. അവിടെ ചില സ്ഥലത്ത് കൃഷി നട്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് അതിനുള്ള മണ്ണൊക്കെ റെഡിയാക്കുകയാണ്. അതിൻ്റെ അടിയിലുള്ള പുല്ലുകളൊക്കെ പറിച്ച് ഒഴിവാക്കണൊക്കെ ജോലിയിലാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ. പോകുന്ന വഴിക്ക് ഈ ഗ്രാമത്തിലെ ചെറിയൊരു ക്ഷേത്രമാണ്. ഒരു പാറൻ്റെ അകത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. നമുക്കവിടെ കയറാൻ പറ്റുമെന്നുള്ള അറിയില്ല, അതുകൊണ്ട് അവിടെ കയറുന്നില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് ലോങ്ങിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ചെറിയൊരു പാറ തുറന്നുണ്ടാക്കിയ, പാറ തുറന്നതല്ല, പാറൻ്റെ ഒരു ഗ്യാപ്പിലുള്ളൊരു ചെറിയ ക്ഷേത്രം.
എന്ത് രസമാണെന്നറിയാം ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകാൻ. കൃഷി, കന്നുകാലികൾ, ഇവിടുത്തെ ആളുകളായാലും നമ്മൾ ആ ഒരു 10-20 വർഷം പുറകിലേക്കാണ്ട് പോകും. അങ്ങനത്തെ ഒരു ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത്. അടിപൊളി ഗ്രാമം. വീടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ വീടുകൾ. ഇത് വീടാണോ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റോക്ക് ചെയ്യണ സംഭവം? വീട് തന്നെയാണ് കേട്ടോ. നമ്മളിത് ഈ ഗ്രാമത്തിലെത്തിയാണ്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കണുണ്ട്. പക്ഷെ അവർക്ക് കന്നഡ അറിയണുള്ളൂ, ഹിന്ദി അറിയുന്നില്ല. ഇവരെ വീടുകളാട്ടത്, പക്ഷെ ഇവർക്ക് കന്നഡ മാത്രമേ അറിയുള്ളൂ. ഇവിടുത്തെ ഗ്രാമത്തിലൊരു അമ്മച്ചിട്ട് ലഘുമുവ എന്നാണ് പേര്. ലഘുമുവ എന്നാണ് പേര്. ആദ്യമൊക്കെ ഇവർക്ക് ഭാഷ അറിയില്ല. ഇപ്പൊ നമ്മള് വേറൊരാളെ കണ്ട് അപ്പോൾ ഒരു ഹിന്ദിയിൽ സംസാരിച്ചിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പോലെ കൂടെ വന്നിട്ട് ഈ വീടുകളെ കാണിച്ചു. വീടുകളിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഭായ് ആപ്കാ നാം ക്യാ? ലഗ്മാപ്പ. ഇവിടുത്തെ വീടിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഓടിട്ട വീടാണ്, പക്ഷെ അതല്ല അതിന്റെ പ്രത്യേകത കേട്ടോ. എൻ്റെ കല്ല് വെച്ചിട്ട് ഇങ്ങനത്തെ നമ്മളെ നാട്ടിലെ പാറക്കല്ല് മാർക്കുള്ള കല്ലാണ്. കരിങ്കല്ല്, പൂർണ്ണമായിട്ടൊരു കരിങ്കല്ലിൽ ഇതിന് വിളിക്കാൻ പറ്റൂല. അത് വെച്ചിട്ട് മണ്ണുകൊണ്ടൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളൊരു ഇതിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു അടിപൊളി കാഴ്ച. കാളവണ്ടിക്ക് പുറമെ കൃഷിക്കാർ ട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട് അവർ. നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തി തന്ന ഭായി അതാ മുന്നിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മളെ ലഗ്മുവ എന്ന് പറഞ്ഞ അമ്മച്ചിൻ്റെ വീട്. ഈ ഗ്രാമത്തിനപ്പുറം കാണുന്ന അത് ഫോറസ്റ്റാണ് കേട്ടോ. മഴ തുടങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ താഴോട്ടുണ്ട് ഗ്രാമം. ഇവരുടെ വീടുകളൊക്കെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള വീടുകളാക്കാം. മണ്ണും കട്ടൊക്കെ വെച്ചിട്ട് പാകിയ വീടുകളാണ്. ഈ ഗ്രാമത്തിൻ്റെ ഈ കൃഷികൾക്കിടയിൽ ഇവരെ വീട് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പോകുന്ന വഴിക്കെല്ലാം ഇതുപോലുള്ള കൃഷികളും കന്നുകാലികൾ ഉപയോഗിച്ച് നില ഉഴുതുന്നതും അങ്ങനെ ഒരു മനോഹരമായ ഗ്രാമീണ കാഴ്ചകളാണ് നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു അടിപൊളി അനുഭവമായിരുന്നു ഈ റൂട്ടിലുള്ള യാത്ര. ആ ബസ്സിൻ്റെ കളറും ഈ ഗ്രാമത്തിനോട് ഇണങ്ങി ചേരുന്ന, ഈ പച്ചപ്പിനോട് ഇണങ്ങി ചേരുന്ന രീതിയിലുള്ള കളറാട്ടോ. എവിടെ നോക്കിയാലും ഈ കൃഷി, കന്നുകാലി കാഴ്ചകൾ.
ഇതേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മളാ പീച്ചിക്ക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ സാധനമാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഈ കൃഷിഭൂമികൾക്ക് മുകൾ ഭാഗത്തായിട്ട് അവരെ വീടുകൾ നിൽക്കണമൊക്കെയാണ്. എന്താ ഭംഗി കാണാൻ. നമ്മളെ കൊടൈക്കനാലിലെ പൂളൂരൊക്കെ പോയ ഒരു ഫീൽ ഇട്ട് ഇവിടുന്ന് നമ്മൾ ആ ഗാവിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നമ്മളങ്ങനെ ഗ്രാമത്തിൻ്റെ കൃഷി നടക്കുന്ന അവിടെ നിന്നൊക്കെ പോന്നിട്ട് അവരെ വീടുകൾ നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചെറിയ 2 കുട്ടികൾ. ഞാൻ സംസാരിക്കാനൊന്നും ഇത് എന്താ നമ്മൾ സംസാരിക്കേണ്ടതൊക്കെ കണ്ടിട്ട് വിഷ്വൽ ഇങ്ങനെ കാണിച്ചു തരിക എന്നല്ലാതെ ഈ വിഷ്വൽ കണ്ടാൽ മനസ്സിലാവും എന്താണ് ഈ സംഭവം എന്നൊക്കെ. ഇവിടെ നമ്മളെ പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഉയർപ്പ് കളിക്കാറ്, കോട്ടി കൊണ്ടുള്ള കളി ഇവിടെ കളിച്ചിട്ടില്ല. കോട്ടിയല്ല, കല്ല. ട്രാവലിംഗ് ഇത് പശുവിനെ അടിക്കാൻ കേട്ടോ. कैमरा है हाँ इसी जा रहे हो इंडिया टू ऑस्ट्रेलिया इंडिया परसों मारा है इसीलिए जा रहे हो क्या देश देश में झंडा लहराते हो കോട്ടിയല്ല കേട്ടോ, കോട്ടിയാർ എടുത്തില്ല, കല്ലിറ്റാ കളി. कौन सा गेम है गोटी गोटी ने वരും പറഞ്ഞ കേട്ടോ, പക്ഷെ ഗോട്ടി അല്ല അത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമം കാണാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ ആളുകൾ അവിടെ കിട്ടിയിട്ടാ. ഇവരിവിടെ ഗോട്ടി കളിക്കായിരുന്നു. ഞാൻ ഫൈസാൻ, സമർ, വിശാൽ, അലി, രവി, പ്രദീപ്. ഇവിടെ ഒരാളുടെ പേര് അറിയാതെ മാറി കളിച്ചെടുക്കണ്. ഓലോ ഹസൻ. ഇതാണ്ട്ടെ ഗ്രാമം. നല്ല സ്നേഹമുള്ള ആളുകളാട്ടാ ഗ്രാമത്തിലുള്ളവരൊക്കെ. നമ്മളെ വൈറ്റ് മച്ചാൻ ഇതാ അവിടെ വീഡിയോ ഷൂട്ട്. എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടാ? നൈസായി. ഞാൻ എൻ്റെ യൂണിഫോം ശ്രദ്ധിക്കാം. നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാത്ത യൂണിഫോം ആട്ടാ. ട്രൗസറും കുപ്പായം, അതിലൂടെ ഒരു ടൈയും. അടിപൊളിയുണ്ട്. വെറൈറ്റി ചെറിയ വീടുകളാട്ടോ വെറൈറ്റി അല്ലേ.
വരെ ഗ്രാമത്തിലെ വീടുകളാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കൃഷി നടക്കുന്ന അവിടുന്ന് വീടുകൾക്ക് മാറ്റമുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾ കല്ലോണ്ടൊക്കെ പെടുത്തുണ്ടാക്കിയ വീടുകളാണ്. ഓക്കെ രണ്ട് പന്നിക്കുട്ടികളാവും. ജസ്റ്റ് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ തിരിച്ച് പോകട്ടോ. എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും കാളവണ്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല ചെറിയ ഇത് കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ വീട്. ഇവിടെയൊക്കെ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ വീടുകളാണ്. പല പല വെറൈറ്റി വീടുകൾ. അന്നീം എത്ര കുട്ടികളാ അറിയോ? 7 കുട്ടികൾ. ഇതിങ്ങനെ അവിടേക്കൊക്കെ വീടുകളുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നു ഇവിടുന്ന്. നമുക്കിന്ന് ഗോവ എത്താനുള്ളതാണ്. ഏകദേശം 220 കിലോമീറ്ററോളം ഓടി എത്താണ്ട്. ഗോവ നമ്മൾ ലോണ്ട ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത് കേട്ടോ. ലോണ്ടൻ തന്നെ പേര്. ആ ഫോറസ്റ്റ് വഴിയാണ് പോകുക. 2 എന്താ പറയുക വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഇടയിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. എന്തെങ്കിലുമൊക്കെ ഒരു വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയാലോ. वो गाँव विजिट में ओके. മറ്റൊരു വില്ലേജ്. എന്തെല്ലാം തരം വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉള്ളതില്ല. ഇത് വരുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കർണാടകത്തിലാണിത്. ഉത്തര കന്നഡ എന്ന് പറയലിട്ട് ഇതിനൊക്കെ. ഈ എന്താ നമ്മൾ സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉത്തര കന്നഡ എന്നാണ് ഈ പ്രദേശത്തിന് പറയുന്നത്. ഇത്ര ഇത് അധികം ദൂരം യാത്ര ചെയ്യാതെ ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ എന്തുമാത്രം വെറൈറ്റി കാഴ്ചകളാണ് നമ്മളെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുള്ളത്. ഇന്ത്യൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾക്ക് പോകുമ്പോൾ എന്തെല്ലാം നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ കൂടെയുള്ള സാറ് അവിടെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഹോട്ടലിൽ. അവർ ഞാൻ കാണിക്കാത്ത എന്താ പറഞ്ഞാൽ ഒരു യൂണിഫോമിലാണ്. യൂണിഫോമിൽ അവരെ കാണിക്കാൻ പാടില്ല. ഇന്നലെ രാത്രി തന്നെ യൂണിഫോമൊക്കെ അയച്ചില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടാണ്. അങ്ങനെ പല നിബന്ധനകളുണ്ട് അവർക്ക്. അപ്പോൾ അവരെ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇന്നലെ അത്ര റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ആർമി ക്യാമ്പിൽ ആ സ്റ്റേ വരെ റെഡിയാക്കി തന്നത്.
അപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈജു സാറിനെ കാണിച്ചു തരാം, കൂടുതലൊന്നും കാണിക്കാനും സംസാരിപ്പിക്കാനും പറ്റൂല. ഇതാണ് നമ്മളെ സാറ്, കൂടുതൽ കാണിക്കാനോ സംസാരിപ്പിക്കാനോ പറ്റൂല. അപ്പം ഞങ്ങൾക്ക് ഫുഡൊക്കെ വേഗം തന്നിട്ട് സാറ് പോയി. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ലോണ്ട ഫോറസ്റ്റ് അതുവഴി ഞങ്ങൾ ഗോവ പോവാണ്. അപ്പോൾ അതിഞ്ഞി വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ വലിയ ലെങ്ത് ആയി പോകും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഗോവയ്ക്ക് പോണ നമ്മൾ 2 ഫോറസ്റ്റ് ഇടയിലൂടെ നമ്മൾ ഗോവയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.